ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ കുഞ്ഞി ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോസ് നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് എല്ലാം ഇന്ന് വീട്ടിൽ അനിയത്തിയും കുട്ടികളൊക്കെ വന്നപ്പോൾ ഇരുന്ന് വന്നപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3 കിലോ മന്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. നിങ്ങളൊക്കെ പല റെസിപ്പികളുണ്ടാവും നിങ്ങളെ കയ്യിൽ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ളത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യക്ക് ഉള്ളി ഇട്ടിട്ട് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് നല്ല വഴറ്റി കൊടുക്കുക. അത് നല്ല മിക്സാക്കിയതിന് ശേഷം ഓരോ ചേരുവകൾ നമുക്കതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണേ. അതിലേക്ക് ലേശം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് മതി കേട്ടോ, അതൊക്കെ കുറേശ്ശെ മതി. ഈ 3 കിലോക്കാണ് ഞാൻ 2.5 സ്പൂണ് ഇഞ്ചി, 2.5 സ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്. അതിലേക്ക് പച്ചമുളക് ഇത് കട്ട് ചെയ്യാതെ ചേൽക്ക് അതിലേക്ക് ഇടുക, തക്കാളി ഇടുക കേട്ടോ. ചപ്പ്, കരിവേപ്പില, പുതിനയില എല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കുക. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് അതിക്കിടാനുള്ള ഇടുക. ഉണക്ക നാരങ്ങ, കറാമ്പട്ട ഇട്ട് കൊടുക്കുക, കുരുമുളക് ലേശം, ഏലക്ക, ഗ്രാമ്പു എന്നീ സാധനങ്ങളൊക്കെ അതിലേക്ക് കുറേശ്ശെ മതി കേട്ടോ. 3-4 ഏലക്ക, കുറേശ്ശായിട്ട് ഓരോ സാധനങ്ങൾ ഇട്ടാ. പിന്നെ നമ്മളെ മാഗിൻ്റെ ട്യൂബ് അത് 4 ട്യൂബായി കണ്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, കളറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടോ. ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് എല്ലാ സാധനവും കുറേശ്ശാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അത് വഴറ്റുക, നല്ല ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ ഇടുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വേഗം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്യാസ് സ്ലോ ആക്കിക്കാണ്ട് ഇതൊക്കെ ചെയ്യണേ, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കൊക്കെ എന്നെക്കാട്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്ന ആൾക്കാരേക്കാരം. അപ്പോൾ അനിയത്തിമാർ പറഞ്ഞ് എൻ്റെ സ്റ്റൈലിലൊന്നും ഉണ്ടാക്കിക്കാൻ അങ്ങനെ ഉണ്ടാക്കിയതാണത്. ഇതെല്ലാ ചേരുവകളും ഇട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് നമ്മൾ സ്ലോവിലിട്ട് കണ്ട് ഒരു 1/4 മണിക്കൂർ നേരം. ചിക്കന് ബ്രോയിലർ ആയതുകൊണ്ട് വേഗം പോകും. ഈ കയ്യിൽ ഞാൻ ഓട്ടക്കോരി നമ്മളെ ഇതിലിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല മീഷോന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് കോരാൻ പറ്റിയ കയ്യിലാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേഗം ഇതൊക്കെ കോരിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോഴേക്കിന് നമ്മളെ റൈസ് പിന്നെ നല്ല വെള്ളം തിളപ്പിച്ച് വെച്ച് റൈസൊക്കെ നല്ല വെന്ത് കഴിഞ്ഞതിന് ശേഷം ദമ്മിലേക്ക് ഇട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണിലേക്ക് എടുത്ത് മഞ്ഞൾപ്പൊടി, ലേശം കളറും കലക്കി മേലെ ഒഴിച്ചൊന്ന് ഡെക്കറേഷന് ലേശം ചപ്പും പുതിനയിലിട്ട് ചാർക്കോളൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ച് ദമ്മിട്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം അതിൽ